പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ കേരളത്തിലെ CPM-ലെ ഏറ്റവും ശക്തമായിട്ടുള്ള ജില്ലാ ഘടകം കേരളത്തിലെ വടക്കേ അറ്റത്ത് എന്ന് പറയാൻ പറ്റില്ല, കാസർഗോഡ് കഴിഞ്ഞ ശേഷമുള്ള കണ്ണൂർ ജില്ലയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർമാരുള്ളത്, പാർട്ടി അനുഭാവികളുള്ളത്, പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളത്, പാർട്ടി ഭരണത്തിൽ വന്നാലും ഭരണത്തിൽ വന്നില്ലെങ്കിലും പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ MLA-മാരെ സൃഷ്ടിച്ചു കൊടുക്കുന്നത്, പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ളത്, പാർട്ടി എന്ത് വിചാരിച്ചാലും നടക്കുന്നത്, അതൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിലാണ്. നമ്മളിതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിലെ CPM-നെ പതിറ്റാണ്ടുകളായി നിയന്ത്രിക്കുന്നതും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാർ തന്നെയാണ്. കേരളത്തിൽ 5 വർഷക്കാലം VS അച്യുതാനന്ദനും 1987-ൽ EMS-ഉം മുഖ്യമന്ത്രി ആയതൊഴിച്ചാൽ മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ CPM ഭരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിമാർ കണ്ണൂരിൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്കറിയാം 9 വർഷക്കാലം EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നു, 2 ടേമിലായി. ഇപ്പോൾ 10 വർഷം തയ്ക്കാൻ പോകുന്നു ശ്രീമൻ പിണറായി വിജയൻ. അപ്പോൾ ഏതാണ്ട് 20 വർഷക്കാലം CPM ആയിരുന്നു, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരായിരുന്നു കേരളത്തിലെ CPM-ന്റെ മുഖ്യമന്ത്രിമാർ. ഇപ്പോഴും കേരളത്തിലെ CPM-നെ നയിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കൂടുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, കൂടുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഒക്കെ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. കേരളത്തിലെ CPM എന്ന് പറഞ്ഞാൽ കണ്ണൂർ പാർട്ടി, കണ്ണൂരിലെ CPM ആണ് എന്നത് കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതും ശരിയായിട്ടുള്ളതുമായിട്ടുള്ള ഒരു വസ്തുത. കേരളത്തിലെ CPM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിട്ടുള്ള പിണറായി വിജയനും കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് MV ഗോവിന്ദനും കണ്ണൂർക്കാരാണ്. അതുകൊണ്ട് കണ്ണൂർ എന്ന് പറയുന്നത് കണ്ണൂർ സമം കേരളം എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള കാര്യം. സുഹൃത്തുക്കളെ, ആ കണ്ണൂർ ജില്ലയിലെ പാർട്ടി പതിറ്റാണ്ടുകളായിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിട്ടുള്ളത്. നമുക്കറിയാം, നായനാരുള്ള സമയത്ത്, കഴിഞ്ഞ് പിണറായി വിജയൻ നേതാവായ സമയത്ത്, കോടിയേരി ബാലകൃഷ്ണൻ നേതാവായ സമയത്ത്, CPM-നകത്ത് VS അച്യുതാനന്ദ പിണറായി വിജയൻ വിഭാഗീയത ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. സുഹൃത്തുക്കളെ, എന്നാൽ ആ പാർട്ടിയിൽ ഇപ്പോൾ വലിയ ഉരുൾപൊട്ടൽ നടക്കുകയാണ്, വലിയ പൊട്ടിത്തെറി നടക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ആ പൊട്ടിത്തെറി യഥാർത്ഥത്തിൽ ഈ അടുത്ത മാസങ്ങളിലൊന്നും രൂപപ്പെട്ടതല്ല. ആ പൊട്ടിത്തെറി യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത് വളരെ ജൂനിയറായിട്ടുള്ള ശ്രീമൻ MV ഗോവിന്ദൻ ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷം മറ്റായെന്ന് തോന്നുന്നു, സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴാണ് ആ പൊട്ടിത്തെറി അവിടെ രൂപപ്പെട്ടത്, അത് ആരംഭിച്ചത്. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്ന ആളാണ് MV ഗോവിന്ദൻ. 2016-ലോ 2017-ലോ മറ്റോ ആണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നത്. ആ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്ന MV ഗോവിന്ദൻ പൊടുന്നനെ സംസ്ഥാന സെക്രട്ടറി ആകുന്നു. ആ സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടി പോളിറ്റ് ബ്യൂറോയിലേക്കും വരുന്നു. അങ്ങനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരികയും സംസ്ഥാന സെക്രട്ടറി ആകുകയും ഗോവിന്ദൻ ആകുകയും ചെയ്തപ്പോൾ കണ്ണൂരിലത്തെ സമുന്നതനായിട്ട് വേറൊരു നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് EP ജയരാജൻ എന്നാണ്. EP ജയരാജനാണ് കണ്ണൂരിലെ ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2006-ലോ മറ്റോ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ടുള്ള നേതാവാണ് EP ജയരാജൻ. ആ EP ജയരാജനെ തഴഞ്ഞ് 2016-ലോ 2017-ലോ കേന്ദ്ര കമ്മിറ്റിയിൽ വന്ന MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആവുകയും പോളിറ്റ് ബ്യൂറോയിൽ വരികയും ചെയ്തത് മുതലാണ് കണ്ണൂർ ജില്ലയിൽ ആഴത്തിലുള്ള ഒരു പൊട്ടിത്തെറി രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പൊട്ടിത്തെറിയിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് EP ജയരാജനും വേറൊരു ഭാഗത്ത് നിൽക്കുന്നത് MV ഗോവിന്ദനുമാണ്. EP ജയരാജൻ MV ഗോവിന്ദനോടുള്ള അതൃപ്തി പല തരത്തിലും, പല രൂപത്തിലും, പല ഭാവത്തിലും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ CPM ഒരു ജാഥ നടക്കുമ്പോൾ ആ ജാഥയോട് നിസ്സഹരിച്ച് നിന്നിരുന്നു EP ജയരാജൻ. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താ? EP ജയരാജനെ നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്നു MV ഗോവിന്ദനെ നമുക്ക് പലപ്പോഴും അതിനുശേഷം മനസ്സിലായിട്ടുള്ളതാണ്. ഒരളവ് വരെ MV ഗോവിന്ദൻ അതിൽ ജയിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ അന്ന് രാവിലെ പ്രകാശ് ജാവ്ദേക്കർ തൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു എന്ന് MV ജയരാജൻ പറഞ്ഞതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്.
അതുപോലെ തന്നെ പാർട്ടിക്ക് വളരെ ദോഷകരമായിട്ടുള്ള ഒരു പുസ്തകം ഇ.പി. ജയരാജൻ പ്രസിദ്ധീകരിച്ചുവെന്നും ആ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ വിശദാംശങ്ങൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ വിവാദത്തിലും ഇ.പി. ജയരാജനെതിരെ എം.വി. ഗോവിന്ദൻ ശക്തമായിട്ടുള്ള കരുക്കൾ നീക്കി നമ്മൾ കണ്ടു. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു ബുക്കുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു 2024 ഡിസംബറിലോ മറ്റോ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ശ്രീമാൻ ഇ.പി. ജയരാജന് കണ്ണൂരുള്ള ഒരു അനധികൃത റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ.പി. ജയരാജൻ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജൻ എനിക്കൊന്ന് 2023 ഡിസംബറിലോ മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. CPM സംസ്ഥാന കമ്മിറ്റിയിൽ ആ വിഷയം ഉയർത്തിയപ്പോൾ മുതലാണ് ഈ പൊട്ടിത്തെറി യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ഇ.പി. ജയരാജനും മകനും കുടുംബാംഗങ്ങൾക്ക് കൂടെ പങ്കുള്ള ഒരു റിസോർട്ട് കണ്ണൂരിൽ ആരംഭിച്ചു. അത് ഇ.പി. ജയരാജൻ ഉണ്ടാക്കിയ അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ടിട്ടാണെന്നും അതിന് 30 കോടി രൂപയുടെ മുതൽ മുടക്ക് അതിനകത്തുണ്ടെന്നും അത് അനധികൃത സ്വത്താണെന്നും പറഞ്ഞുകൊണ്ട് 2023 ഡിസംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സമുന്നതനായിട്ടുള്ള CPM നേതാവായിട്ടുള്ള പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചു. അതിനെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കും എന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അവിടെ മുതലാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ ജയപ്രകാശ് ജാവ്ദേക്കറിൻ്റെ വിഷയം വന്നു. ആ വിഷയത്തിൽ എം.വി. ഗോവിന്ദൻ ഇ.പി. ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിനുശേഷം DC ബുക്സ് പ്രസിദ്ധീകരിച്ച ബുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ വന്നു. അപ്പോഴും ഇ.പി. ജയരാജനെ മുൾമുനയിൽ നിർത്തി. പാർട്ടി കോൺഗ്രസ് വന്നപ്പോഴത്തേക്കും ഇ.പി. ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ആ ഉരുൾപൊട്ടൽ, ആ പൊട്ടിത്തെറി 2023 ഡിസംബറിൽ ആരംഭിച്ച ആ പൊട്ടിത്തെറി ഇന്ന് അതിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാറുള്ളത്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CPM സംസ്ഥാന സമിതിയിൽ CPM കണ്ണൂർ എന്നുള്ളൊരു ജില്ലാ കമ്മിറ്റി അംഗം, ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, സംസ്ഥാന കമ്മിറ്റി അംഗം സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവർ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നത് തെറ്റായിട്ടുള്ളൊരു സമീപനമാണെന്നും കണ്ണൂരിൽ നിന്നുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതോടുകൂടിയാണ് ഈ വിഷയം വീണ്ടും ഗുരുതരമായി മാറുന്നത്. ആ പോയി കണ്ട നേതാവ് എം.വി. ഗോവിന്ദനാണ് എന്ന് പിന്നീട് തെളിഞ്ഞു. എം.വി. ഗോവിന്ദൻ മാധവ് പൊതുവാളെന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോത്സ്യൻ്റെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ പിന്നീട് പുറത്തു വന്നു. അത് വലിയ വിവാദത്തിലേക്ക് പോയി. അവസാനം എം.വി. ഗോവിന്ദന് അത് നിഷേധിക്കേണ്ടി വന്നു. എങ്കിലും അണികൾ അത് വിശ്വസിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ ഇപ്പോൾ ഈ വിഷയം പൊട്ടിത്തെറിയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എം.വി. ഗോവിന്ദൻ ജ്യോത്സ്യനെ കാണാൻ പോയി എന്നുള്ളതാണ്. ആ ജ്യോത്സ്യനെ കാണാൻ പോയ വിഷയം ഒരു ഫോട്ടോയായിട്ട് ആദ്യം പുറത്തു വന്നു. ജി ശക്തിധരൻ എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് വന്നു. അതിനെ തുടർന്ന് കണ്ണൂരിൽ നിന്നുള്ളൊരു സംസ്ഥാന കമ്മിറ്റി അംഗം സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ഉന്നയിച്ചു. അതോടുകൂടി വിഷയം വളരെ ഗുരുതരമായി. പാർട്ടി സെക്രട്ടറിക്ക് വലിയ നാണക്കേടായി, പാർട്ടി സെക്രട്ടറിക്ക് തിരിച്ചടിയായി. അത് കണ്ണൂരിൽ നിന്നുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെയാണ് സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതെന്ന് പറയുമ്പോൾ ആ പൊട്ടിത്തെറിയുടെ വ്യാപ്തി, ആഴം എത്രയായിരിക്കും എന്ന് നമ്മൾ ഊഹിച്ചു നോക്കുക. അത് വലിയ വിഷയമായി, വലിയ വിവാദമായി നിൽക്കവേ ഇ.പി. ജയരാജൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ വിഷയം എന്തായി എന്ന് കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട CPM നേതാവായിട്ടുള്ള പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ചോദിക്കുന്നു. നമ്മളത് ആലോചിച്ച് നോക്കണം. 2023 ഡിസംബറിൽ ആണ് ഈ വിഷയം ആദ്യം ശ്രീമാൻ പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കും. അന്ന് അതിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കും, നടപടിയെടുക്കും എന്നൊക്കെ ഗോവിന്ദൻ പറഞ്ഞെങ്കിലും പിന്നീട് അതൊന്നും കേട്ടില്ല. 2023 ഡിസംബർ കഴിഞ്ഞു, 2024 കഴിഞ്ഞു, 2025 ഓഗസ്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. അപ്പോൾ 1.5 വർഷമായി അനങ്ങാതെ കിടന്നിരുന്ന ആ അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ വിഷയം വീണ്ടും പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ കുത്തിപ്പോക്കിയിരിക്കുന്നു. അത് ചോദിച്ചപ്പോൾ ആ വിഷയം നമ്മൾ വിട്ടിട്ടില്ല, അത് ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള മറുപടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെ ക്ലിയർ അല്ലേ സുഹൃത്തുക്കൾ? എം.വി. ഗോവിന്ദൻ ജ്യോത്സ്യനെ കണ്ട വിഷയം കണ്ണൂരിൽ നിന്ന് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ഉന്നയിക്കുന്നു. അത് വിവാദമാകുന്നു. എം.വി. ഗോവിന്ദന് തിരിച്ചടിയാവുന്നു.
തിരിച്ചടിയായതിൻ്റെ തൊട്ടുപുറകെ തന്നെ 1.5 വർഷം മുമ്പ് ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനം കണ്ണൂരിൽ തന്നെയുള്ള പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചപ്പോൾ അത് ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എം വി ഗോവിന്ദൻ പറയും. അപ്പോൾ ഇതിൽ നിന്ന് കാര്യം വളരെ ക്ലിയർ അല്ലേ? സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള, സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള, സി പി എം എന്ത് വിചാരിച്ചാലും ചെയ്യാൻ കഴിയുന്ന ഒരു ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ഇ പി ജയരാജനും എം വി ഗോവിന്ദനും തമ്മിലുള്ള തർക്കം സകല പരിധികളും വിട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവല്ലേ ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മുതൽ ഇ പി ജയരാജനുണ്ടായിട്ടുള്ള അതൃപ്തി അത് ഒരു പുതിയ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇ പി ജയരാജൻ എം വി ഗോവിന്ദനെതിരെ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള തോന്നൽ എം വി ഗോവിന്ദൻ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ തിരിച്ചടി എന്നോണം ഇ പി ജയരാജനെതിരെ എം വി ഗോവിന്ദൻ എന്തൊക്കെയോ കരുക്കൾ നീക്കുന്നു എന്നുള്ള തോന്നൽ ഇ പി ജയരാജനും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കണ്ണൂരിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള കണ്ണൂരിൽ സി പി എമ്മിൽ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നു. ആ പൊട്ടിത്തെറി എന്ന് പറയാൻ കാരണം പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ 2 സമുന്നത നേതാക്കൾ 2 ധ്രുവങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.